Hello viewers, Namaste. Welcome back to my new video. In December 12th. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന സിംഗ് നമ്മുടെ സോഫ്റ്റ്വെയർ വേണ്ടിയിട്ട് യൂസ് ചെയ്തുള്ള സിംഗ് പെർഫോമൻസ് ആണ്. അപ്പോൾ ഇത് ഞാൻ 1 hour എടുത്തിട്ടിരിക്കുന്നത്. 1 hour എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം ഒരു 1 week വരെ നിങ്ങൾക്ക് ഷോർട്ട് ടൈം ഹോൾഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 1 hour ഫോക്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സ്ട്രാറ്റജി പഠിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സാപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഷെയർ എന്ന് പറയുമ്പോൾ ടാറ്റ സ്റ്റീലിൻ്റെ ആണ്. നമുക്ക് ഈ ഒരു സിഗ്നൽ വന്നിരിക്കുന്ന ഗ്രീൻ കളറിൽ അപ്പാരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് നമ്മൾ ബൈ സിഗ്നൽ. ഫുൾ ഓട്ടോമാറ്റിക് ആണ്. സിഗ്നൽ വരുമ്പോൾ അലർട്ട് നോട്ടിഫിക്കേഷനകത്ത് നമുക്ക് എൻട്രി പോയിന്റ് കാണിച്ചു തരും. ആൻഡ് ടാർഗറ്റ് 3 ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ എല്ലാം താഴത്ത് ഡിസ്പ്ലേ വരും. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്. നമുക്ക് ഇത് വന്നിരിക്കുന്ന ഇന്നലെ അതായത് 11-ാം തീയതി വന്ന ട്രേഡാണ്. 165-60 എനിക്ക് മേളിൽ എൻ്റെ ഡാഷ്ബോർഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 2.25 അറൗണ്ട് വന്നതാണ്. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 5 പോയിന്റ് കയറി നിൽക്കുകയാണ്. സ്റ്റാറ്റസിൽ നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് ഇപ്പോഴും താഴത്തെ നമുക്ക് സിഗ്നലിൻ്റെ കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ ആരോയ്ക്ക് ശേഷം താഴത്തെ ബാർ ഗ്രീനും പ്രൈസ് ബൈസോണാണ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 കൺഫർമേഷൻ മസ്റ്റായിട്ട് വേണം. സിഗ്നൽ വന്ന് താഴത്തെ ബാറും പ്രൈസും ബൈസോൺ ബൈ സിഗ്നൽ ആയതുകൊണ്ട് തന്നെ താഴത്തെ ബൈസോൺ തന്നെ കാണിക്കും. 2 കൺഫർമേഷൻ ഉള്ള ട്രേഡുകൾ മാത്രം നമ്മൾ പിക്ക് ചെയ്താൽ മതി. ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്കുകൾ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് മേജറായിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം അവൈലബിൾ ആണ്. ഇതിന് നമുക്ക് ആവശ്യമുള്ള നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു 10-15 സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലെപ്പോൾ സിഗ്നൽ വന്നാലും സോഫ്റ്റ്വെയർ നമുക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് തരും. അപ്പോൾ നമ്മളിതുപോലെ കൺഫേം ആണെന്ന് നോക്കിയ ശേഷം മാത്രം എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ബാറും പ്രൈസും ഓക്കെയാണ്. അപ്പോൾ ഇനി മാർക്കറ്റ് കണ്ടിന്യൂസ് അപ്ലോഡ് തന്നെ പോകും. അപ്പം നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി എല്ലാ ഇൻട്രാഡേയോ സ്വിങ്ങോ സ്കാൽപ്പിങ്ങോ അതുപോലെ വേൾഡ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഇന്ത്യൻ ഫോറക്സ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതിന് ഈ ഒരു സ്ട്രാറ്റജി കാണാനും പഠിക്കാനും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.